റൂബിക്ക് ഉപ്പിലിട്ട് വെച്ച കുപ്പിന്ന് നോക്കി നമ്മളുടെ കുട്ടീസ് കുറച്ച് ദിവസമായിട്ടോ പറയുന്നത് റൂബിക്ക് ചമ്മന്തി ഉണ്ടാക്കാനായിട്ട്. ഇന്നെന്തും റൂബിക്ക് ചമ്മന്തി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഞാൻ ദേ റൂബിക്കായിട്ട് വന്നിട്ടുണ്ട്. കൊണ്ടുവന്നപ്പോൾ തന്നെ നമ്മളുടെ മക്കൾസ് രണ്ടുപേരും ഓരോ റൂബിക്ക് അകത്താക്കി കേട്ടോ. നല്ല എരിവും പുളിയൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നേ. ഇനി നമുക്ക് കുറച്ച് ചുവന്നുള്ളി ഉപ്പും കൂടി നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മാണിക്കൻ ദേ എൻ്റെ സഹായിയായിട്ട് കൂടിയിട്ടുണ്ട് കേട്ടോ. മാണിക്യം തന്നെയാണ് കേട്ടോ എനിക്ക് ഉള്ളിയെല്ലാം ഇടിച്ചൊക്കെ തന്നത്. ഇനി നമുക്കതിലേക്ക് റൂബിക്കും കൂടി ഇട്ട് കൊടുക്കാവേ. അപ്പോൾ മാണിക്കന് ഉള്ളി ഇടിച്ച് തന്ന കാരണം റൂബിക്ക് കിച്ചുമോൻ ഇടിക്കാമെന്ന് പറഞ്ഞ് പിന്നെ കിച്ചുവേട്ടനായിരുന്നു കേട്ടോ റൂബിക്കെല്ലാം ഇടിച്ച് തന്നത്. രണ്ടുപേരും കൂടി ഉള്ളിയും റൂബിക്കൊക്കെ നന്നായിട്ടൊന്ന് ഇടിച്ചൊക്കെ എടുത്ത് തന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് കുറച്ച് മുളക് പൊടി എല്ലാവരും ഇട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണം. അപ്പോൾ ഞാൻ ദേ ഒരു പരന്ന പാത്രം എടുത്തിട്ട് അതിൽ നമ്മളുടെ റൂബിക്ക് ചതച്ചതെല്ലാവരും ഇട്ട് നന്നായിട്ടൊന്ന് കൈയും കൊണ്ട് തിരുമ്മിയൊക്കെ എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചൊന്ന് തിരുമ്മി കൊടുക്കാവേ. പച്ച വെളിച്ചെണ്ണ ചേർത്ത് കഴിയുമ്പോൾ പിന്നെ ഒരു അസാധ്യമാണോ ഇരിക്കട്ടെ. ചമ്മന്തിയുടെ റിയൽ ടേസ്റ്റ് വരുന്നത് അപ്പോഴാണ്. അങ്ങനെ ചമ്മന്തി എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കിച്ചുമോനും മാണിക്കനും ടേസ്റ്റ് നോക്കാൻ കൊടുത്തിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പറയാൻ പറ്റില്ല, അത്രയും രുചിയായിരുന്നേ.